ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വിജയകുമാർ ഇലക്ഷൻ സ്റ്റണ്ട് ആയിരുന്നു. നമ്മുടെ ഒരു സ്റ്റണ്ട് ആവശ്യമായി പല ആൾക്കാരും ചോദിച്ചു. ഇന്ന് ഞാൻ വടകര വരെ പോയിരുന്നു. അവിടെ അത്യാവശ്യം ഒരു പൊതു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിരുന്നു വിജയകുമാർ. വളരെ വലിയ ആൾക്കൂട്ടം കണ്ട് നമ്മൾ അമ്പരന്ന് പോകാന്ന് പറയുന്നത്. പക്ഷേ തിരിച്ചു വരുമ്പോൾ നമുക്ക് മോർണിംഗ് ഷോ പോലും കയറാൻ പറ്റില്ല. കാര്യം ട്രെയിൻ ചതിച്ചു. ട്രാക്കിന്റെ പ്രവർത്തനം നടക്കുന്ന കാരണം ആ ട്രെയിൻ തൃശ്ശൂരിൽ 3-4 മണിക്കൂർ പിടിച്ചിട്ട്. വിജയകുമാർ, എനിക്ക് ആ ട്രെയിനിൽ കുറെ കാലം ഒരു പണിയില്ലാതിരുന്നപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യം എന്താ അറിയാം. അതായത് ഈ വന്ദേ ഭാരത് പോലുള്ള പുതിയ ട്രെയിൻ വന്നപ്പോൾ അതിലകത്ത് ട്രെയിൻ എവിടെയാണ് നിൽക്കുന്നത്, എന്താ പ്രശ്നം എന്നുള്ളതെല്ലാം എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഈ സാധാരണക്കാർ സഞ്ചരിക്കുന്ന വണ്ടികളാണല്ലോ മറ്റു പറയുന്നത്. ആ വണ്ടിയിലൊന്നും ഒരു എത്തും പിടിയില്ല. ഞാൻ ഈ കോച്ച് അറ്റൻഡന്റിനോട് ചോദിച്ചു, ഇതിപ്പോൾ നമ്മൾ എവിടെയാണ് കിടക്കുന്നത്? ഒരു പിടിയില്ല, അങ്ങേക്കുള്ള അറിവ് മാത്രമേ ഇല്ല. ഞാൻ ചോദിച്ചു, ഇതെന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അതും എനിക്കറിയത്തില്ല. ഇതിവിടെ കിടന്നിട്ട് കുറച്ച് നേരമായി എന്ന് മാത്രമേ. അപ്പം മാത്രമല്ല, ഉറക്കപ്പിച്ചിലത് എഴുന്നേറ്റ് വന്ന് വിളിച്ചുണർത്തിയത് വേണ്ടാത്ത പരിപാടിയായിപ്പോയി എന്നൊരു നോട്ടം നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു. ദിനേഷോട് കാര്യം അദ്ദേഹത്തിന് ഡ്യൂട്ടിക്കിടെ ഉറങ്ങാൻ കിട്ടുന്ന അപൂർവ സമയമായി പിടിച്ചിരുന്ന സമയം. അപ്പം ഞാൻ ഈ റെയിൽവേയോട് അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം, ഈ ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു അറിയിപ്പ് കൊടുക്കാം. അതായത് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ശരിക്കും ഗതാഗതം തടസ്സപ്പെടും, ട്രാക്കിൽ പണി നടക്കുന്നുണ്ട്, ഇത്ര മണിക്കൂർ വരെ ഈ ട്രെയിൻ ലേറ്റ് ആകാനുള്ള സാധ്യത കാണുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്ലാനിങ്ങുമായിട്ട് ട്രെയിനിൽ കയറിയ പാവപ്പെട്ട സാധാരണ ജനങ്ങൾ, വന്ദേ ഭാരതൊന്നും കയറാത്ത ആൾക്കാരാണ് അവർ. ഈ സാധാരണ ജനങ്ങൾ വഴിയരികിൽ കാത്തു കിടക്കുമ്പോൾ അവരുടെ ഉള്ളിലെ ആടൽ നിങ്ങൾ കാണാൻ, ആടൽ എന്ന് വെച്ചാൽ മനസ്സിലാവുമല്ലോ, ഒരു ഭീതി അല്ലേ, അത് കാണാതെ പോലും. കാര്യം എന്തെങ്കിലും ഒരു കണക്കൂട്ടലായിരിക്കും അവർ സഞ്ചരിക്കുന്നത്. ചിലപ്പോൾ അവരുടെ തൊഴിൽ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ കാര്യം അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ അവർ വരെ എന്തിനും വഴി നോക്കിക്കൊള്ളുന്നേ. ഇനിയെങ്കിലും നമ്മൾ ഈ ലോകത്ത് ഇത്രയും കമ്മ്യൂണിക്കേഷൻ വളർന്ന ഒരു കാലത്ത് അത്രയെങ്കിലും റെയിൽവേ ചെയ്തു കൊടുക്കണം നമ്മുടെ സാധാരണ യാത്രക്കാർക്ക് വേണ്ടി. ഇതൊരു ചതിയാണ്. എന്നുവെച്ചാൽ പാതി വഴിയിൽ കാത്തു കിടക്കുക മണിക്കൂറുകളോളം. തീർച്ചയായിട്ടും ട്രാക്കിൽ അറ്റകുറ്റപ്പണി വേണം, അറക്കുറ പണി എന്നായിരുന്നു. അത് യഥാർത്ഥത്തിൽ ആൾക്കാർക്ക് ഫീൽ ചെയ്യും ഈ മണിക്കൂറുകൾ കാത്തു കിടക്കുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയാൽ നല്ല കാര്യമാണ്. റെയിൽവേ ഇരുന്ന് ശ്രദ്ധിക്കണം. കാര്യം മണിക്കൂറുകളോളം ഞാൻ മാത്രമല്ല എത്രയോ ആയിരങ്ങൾ വഴിയിൽ കാത്തു കിടക്കുന്നു. അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്, അവരുടെ മെഗാഫോൺ. അപ്പം ഇന്നത്തെ വാർത്താ ദിവസം ഒരു കുറെ വലിയ വാർത്തകൾ ഉണ്ടായി. പക്ഷെ അതിലൊരു രസമുള്ള ഒരു വാർത്ത, അതിന്റെ ആമുഖം എങ്ങനെയാണ്: ഈ ഞായറാഴ്ചയായിരുന്നു ഇടുക്കിയിൽ ജോയ്സ് ജോർജ് LDF സ്ഥാനാർത്ഥിയുടെ മണ്ഡലം കൺവെൻഷൻ നടന്നത്. അതിൽ നമ്മുടെ S രാജേന്ദ്രൻ ആ കൺവെൻഷനിൽ പോയി. അദ്ദേഹത്തിന്റെ അതിന്റെ ചുമതലക്കാരനായ രക്ഷാധികാരി, അതാണ് പറഞ്ഞു വരുന്നത്. അപ്പോ അവിടുന്ന് അദ്ദേഹത്തെ അതിന്റെ രക്ഷാധികാരിയൊക്കെ ആക്കി. അദ്ദേഹം പാർട്ടിയിൽ ഉറച്ചു നിൽക്കുമെന്ന പ്രഖ്യാപനമൊക്കെ വന്നു. പക്ഷെ ഇന്ന് നമ്മൾ അദ്ദേഹത്തെ വീണ്ടും കാണുന്നത് പ്രകാശ് ജാവദേക്കറുടെ ഡൽഹിയിലെ വസതിയിലാണ്. കറതീർന്ന മാർക്സിസ്റ്റ് ആയിരുന്നു. അപ്പോ കടുത്ത മാർക്സിസ്റ്റ്. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഒരു കടുത്ത മാർക്സിസ്റ്റിനെ കുപ്പായത്തിൽ. ഇപ്പൊ കുപ്പായ ഊരി കളഞ്ഞു. കുപ്പായ ഊരിയില്ലെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഏത് സമയം ഊരാം. അതെ, എന്തിനാണ് പ്രകാശ് ജാവദേക്കറെ കണ്ടത് എന്നതിനൊരു കൃത്യമായ കേരളത്തിൽ ചൂട് കൂടുന്നില്ല വിജയ, അതിന്റെ കാര്യം ഒന്ന് അതായിരിക്കാം. പിന്നെ EP ജയരാജനും VD സതീശനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. രണ്ടുപേരും ഓരോ ഗോൾ അടിച്ച് ഏതാണ്ട് സമനിലയിൽ ഈ കളി തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് വരെ ഈ ഗോൾ അടിക്കും, മേടിക്കും, കൊടുക്കും. അങ്ങനെ മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖറിൽ ഗുണപരമായ ഒരു മാറ്റം വന്നിരിക്കുന്നു. അദ്ദേഹം ആദ്യം പറഞ്ഞു ഇങ്ങനെയുള്ള മറുപടികളൊന്നും പറയാനൊന്നും സമയം കളയാൻ ഞാനില്ല എന്ന് പറഞ്ഞു. ഇന്ന് അദ്ദേഹം പറഞ്ഞു വേണ്ടി വന്നാൽ എന്നെ ഞാൻ പറയും. ഒരു കാര്യം കൂടി പറഞ്ഞു, അതായത് ഭാര്യമാർ, അതായത് ഈ രണ്ട് ആളുകളുടെയും, അതായത് EP ജയരാജന്റെ ഭാര്യയും അതുപോലെ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാര്യയും ബിസിനസ് പങ്കാളികളാണ് എന്നുള്ളതായിരുന്നു വേറൊരു ആരോപണം. അതെങ്ങനെ രാഷ്ട്രീയം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അല്ല, അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ, അതിലെന്താണ് രാഷ്ട്രീയം? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിലെന്താണ് രാഷ്ട്രീയം എന്ന നിലയിലേക്ക് അദ്ദേഹം കുറച്ച് അയഞ്ഞിട്ടുണ്ട്. നേരത്തെ EP ജയരാജൻ, എനിക്ക് തോന്നുന്നത് ഭാര്യമാർ തമ്മിൽ ബിസിനസ് നടത്തുന്നതിൽ ഭർത്താവിന്റെ രാഷ്ട്രീയത്തിലേക്ക് അത് കുന്തക്കോലിട്ട് ഇളക്കേണ്ട കാര്യം അത് ന്യായമായ ചോദ്യം. ഭാര്യമാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. മാത്രമല്ല, അനാവശ്യമായ തെരഞ്ഞെടുപ്പ് കാലത്ത് VD സതീശനൊക്കെ ഇതൊക്കെ വലിച്ചെടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാൻ നമ്മൾ ഈ അവസരം വിനിയോഗിക്കുന്നു. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപാട് ആരോപണങ്ങളും ദുരാരോപണങ്ങളും വരും. അതൊക്കെ സ്വാഭാവികം. നമ്മള് കാട് കയറി പോകണ്ട. പിന്നെ കലാമണ്ഡലം ഗോപിയാശാൻ സുരേഷ് ഗോപിയെ വീട്ടിലേക്ക് വിളിച്ചു. സുരേഷ് ഗോപി പോകുമോന്ന് അറിയില്ല. ഗോപിയായോ? ഇല്ല, അത് സെറ്റിൽ ആവുന്നു തോന്നുന്നു. അപ്പൊ നമുക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് ഇത് നളയരുത് മാട്ടക്കഥ പോലെയാണ്. കേളികൊട്ടായിരുന്നു. ഇത് നളയരുത് എത്രാം ദിവസത്തിലേക്കാണ്? 4-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. പക്ഷേ നമുക്ക് മറ്റേ ഡയലോഗ് ഓർമ്മ വരും. പാദസാം നിജയം വാർന്നൊഴിഞ്ഞളവ് ചെയ്ത് ബന്ധുനു ഉദ്യോഗം എന്തോ പണ്ട് കവി ചോദിച്ചതാ കാട്ടക്കഥയില്. അപ്പൊ പറഞ്ഞോളൂ. അപ്പൊ നമുക്ക് ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. അപ്പം ആദ്യം പോകുന്നത് ഇലക്ഷൻ സ്റ്റണ്ടിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞില്ല. അപ്പൊ നമുക്കൊരു കാര്യം, പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾക്ക് ഏവർക്കും ഇലക്ഷൻ സ്റ്റണ്ടിലേക്ക് സ്വാഗതം. ഒരു സ്റ്റണ്ട് കൂടി ഇവിടെ കണ്ടുള്ളൂ. വിജയകുമാർ, ആ കിടക്കുന്ന മോതിരം ചളങ്ങി കേട്ടോ. ഇത് പ്രശ്നമുള്ള മോതിരമാണ്. എനിക്ക് മനസ്സിലായി. ഭാര്യ ഇട്ടതല്ലേ? അല്ല, ഭാര്യ തന്നെ ഇട്ടതാണോ സംശയിച്ച ഞാൻ ആ ചോദ്യം ചോദിച്ചു. ഓക്കെ, ഇലക്ഷൻ സ്റ്റണ്ടിലേക്ക് വീണ്ടും സ്വാഗതം.
അപ്പൊ നമുക്ക് കുറെ ഹോട്ട് വാർത്തകൾ വന്നല്ലോ. വിജയം പറഞ്ഞൊരു വാർത്ത, ഡൽഹിയിൽ ഇറങ്ങി പ്രകാശ് ജാവദേക്കർ രാജേന്ദ്രൻ കണ്ട കാര്യം, അതിന്റെ വിശദാംശങ്ങളൊന്ന് പറഞ്ഞോളൂ. അപ്പൊ നമ്മൾ ചൂടപ്പം പോലെ 24 എന്താണ് കണ്ടെത്തി പ്രേക്ഷകരിലേക്ക് എത്തിച്ച ആ ദൃശ്യം വലിയ ചർച്ചയായിട്ടുണ്ട്. അപ്പം പ്രകാശ് ജാവദേക്കർ എസ് രാജേന്ദ്രൻ കണ്ട ആ വാർത്ത, അതാണ് ഇന്നത്തെ ഇലക്ഷൻ ഹോട്ട്. അത് 24ന്റെ ബിഗ് ബ്രേക്കിംഗ് ആയിരുന്നു. അത് എസ് രാജേന്ദ്രന്റെ കൂടുമാറ്റത്തിന്റെ സൂചനയാണോ? BJP-യിലേക്ക് അദ്ദേഹം എപ്പോൾ പോകും? എന്തൊക്കെയാണ് നീക്കങ്ങൾ? പക്ഷേ എസ് രാജേന്ദ്രൻ അത് നിഷേധിച്ചു. ഞാൻ പാർട്ടിയിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, അതായത് ഈ എസ് രാജേന്ദ്രൻ അദ്ദേഹം യഥാർത്ഥത്തിൽ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു മഹാപ്രതിഭയാണ്. അദ്ദേഹത്തിന് എന്താ വഴി? അദ്ദേഹത്തിന് ഒരു വഴിയാണെന്ന് പ്രകാശ് ജാവദേക്കർ മൂന്നാറിലെ പെരുവഴിയിൽ അദ്ദേഹം എത്ര നേരം നിൽക്കും? അദ്ദേഹം പെരുവഴി നിൽക്കേണ്ടി വരില്ലെന്നാണ് BJP കേന്ദ്രങ്ങൾ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പൊ മാത്രമല്ല, നമ്മൾ ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന ഇപ്പം നമ്മുടെ 24 സംപ്രേഷണം ചെയ്ത് ഞാൻ ശ്രദ്ധിച്ചു. വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഒരാൾക്ക് പാർട്ടിയിൽ സ്ഥാനമില്ല എന്ന് കരുതി പാർട്ടി പ്രവർത്തിക്കാതിരിക്കേണ്ട സാഹചര്യമില്ല. രാജേന്ദ്രന് വേണ്ടി സൽബുദ്ധി കൊണ്ട് വീണ്ടും പാർട്ടി പ്രവർത്തിക്കാം. എന്റെ ചേട്ടാ, രാജേന്ദ്രൻ എത്ര ദിവസമായി കേഴാൻ തുടങ്ങിയതാ അല്ലേ? അതെ. അപ്പോ നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ഇന്നത്തെ ഇലക്ഷൻ ഹോട്ട് ന്യൂസ് അല്ലേ? അതെ. ഇടുക്കിയിൽ CPIM-ന്റെ വിശ്വസ്തനായ സഖാവായിരുന്നു ഷൺമുഖവേൽ രാജേന്ദ്രൻ എന്ന എസ് രാജേന്ദ്രൻ. ആദ്യം ജില്ലാ പഞ്ചായത്ത് അംഗമായി. 2006 മുതൽ കോൺഗ്രസിലെ AK മണിയെ തുടർച്ചയായി തോൽപ്പിച്ച് ദേവികുളം MLA ആയി. തോട്ടം തൊഴിലാളി മേഖലയിൽ നിന്ന് CPIM-ന് കരുത്തനായ നേതാവിനെ കിട്ടിയെന്ന് നേതൃത്വം ഊറ്റം കൊണ്ടു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ചിത്രം മാറി. 3 തവണ ജയിച്ച എസ് രാജേന്ദ്രന് 4ാം ഊഴം CPIM സീറ്റ് നൽകിയില്ല. പകരം വന്നത് അഡ്വക്കേറ്റ് A രാജ ജയിച്ചു. പക്ഷേ രാജേന്ദ്രന് രാഷ്ട്രീയത്തിൽ അവരോഹണകാലമായി. രാജയ്ക്ക് കിട്ടേണ്ട വോട്ട് രാജേന്ദ്രൻ മറിച്ചെന്ന് CPIM നിയോഗിച്ചവർ കണ്ടെത്തി. ഇതോടെ രാജേന്ദ്രൻ സസ്പെൻഷനിലായി. എസ് രാജേന്ദ്രനെ കൈകാര്യം ചെയ്യാനാണ് അന്ന് MM മണി ആഹ്വാനം ചെയ്തത്. രാജേന്ദ്രൻ പറഞ്ഞിരിക്കുക MM മണിയുള്ള പാർട്ടിയില് ഞാനുണ്ടാകും. അല്ലേലും എന്റെ പാർട്ടി കൂടാൻ അവന് യോഗ്യത ഇല്ലാത്തോണ്ടല്ല അവനെ ഞങ്ങൾ പുറത്താക്കി കൈകാര്യം ചെയ്തത്. അവനെ പോലുള്ളവൻ ഈ പാർട്ടിക്കകത്ത് ഇരുന്നുണ്ടല്ലോ, ആരെയും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവനെ എല്ലാം പുറത്താക്കണം എന്നുള്ള നിലപാടാണ് എനിക്ക് MM മണിക്കുള്ളത്. രാജേന്ദ്രനെ പോലുള്ള ഒരുത്തൻ ഇരിക്കാൻ പറ്റുന്ന പാർട്ടിയല്ല ഞങ്ങളുടെ പാർട്ടി. ഈ പാർട്ടി ഞാനിപ്പോ ക്ഷണിതാവാ സംസ്ഥാന കമ്മിറ്റി എന്നോടത്തൊന്നും ഞാൻ ചുമ്മാ ഇരിക്കുമെന്നൊന്നും ഓർക്കണ്ട. നമുക്ക് മുതൽ മുടക്കുള്ളതായിരുന്നു. വെടിവെക്കണമെന്ന് പറഞ്ഞാൽ വെടിവെക്കും ഞാൻ. MM മണിക്ക് അന്ന് എസ് രാജേന്ദ്രൻ മറുപടി നൽകിയത് ജീവിക്കാൻ അനുവദിക്കണം എന്ന അഭ്യർത്ഥനയോടെയാണ്. മരണത്തിന് ഭയമില്ല, പക്ഷെ ഒരു ആഗ്രഹമുണ്ട്. 2 മക്കളുണ്ട്. 3-4 കൊല്ലം കൊണ്ട് വിവാഹ ചടങ്ങുകൾ നടക്കും. അതുവരെയെങ്കിൽ അതുകൊണ്ടാണ് ഇപ്പോൾ വെടിവെക്കരുത് സാർ എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാര്യം. ഒരു 4 കൊല്ലോ 5 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല. CPIM നടപടിക്ക് വിധേയനായ എസ് രാജേന്ദ്രൻ രാഷ്ട്രീയ വിസ്മൃതിയിലായി. സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞിട്ടും തിരിച്ചെടുക്കാൻ CPIM വിസമ്മതിച്ചു. ഇതിനിടെ CPI-യും കോൺഗ്രസും BJP-യും എസ് രാജേന്ദ്രനെ സമീപിച്ചു. പാർട്ടി അംഗത്വം പുനഃസ്ഥാപിക്കാത്ത നടപടിയിൽ രാജേന്ദ്രനും അമർഷമുണ്ടായി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ നേരിൽ കണ്ട് BJP നീക്കം വെളിപ്പെടുത്തി. അവരുടെ നേതാക്കൾ വിളിച്ചിരുന്നു, വന്ന് കണ്ടു. നമ്മളോട് പറയാതെ തന്നെ ഒരാള് മൂന്നാറുകാർ ആരെങ്കിലും സാർ വീട്ടിലുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഉണ്ട്, കാണാൻ വരട്ടെ പോരെ. അവരുടെ കൂടെ ഒരാൾ വരുന്നു, കണ്ടു, സംസാരിച്ചു. അപ്പം നമ്മൾ നമ്മുടെ നിലപാട് വളരെ വ്യക്തമായി പറഞ്ഞു. അതിനുശേഷമാണല്ലോ സ്റ്റേറ്റ് സെക്രട്ടറി കാണുന്നത്, സംസാരിക്കുന്നു. ഒന്നും സംഭവിച്ചില്ല. രാജേന്ദ്രനു വേണ്ടി CPIM വാതിൽ തുറന്നതുമില്ല. മുമ്പ് എസ് രാജേന്ദ്രനെ അധിക്ഷേപിച്ച MM മണി തന്നെ പ്രശ്നപരിഹാരത്തിന് മുൻകൈയെടുത്തു. മണിക്കു പുറമെ KK ജയചന്ദ്രനും CV വർഗീസും ചർച്ചയുടെ ഭാഗമായി. പക്ഷേ എസ് രാജേന്ദ്രന്റെ അംഗത്വം പുതുക്കാൻ വീട്ടിലെത്തിയ CPIM പ്രവർത്തകരോട് ഇപ്പോൾ വേണ്ടെന്ന് മറുപടി. പിന്നീട് എസ് രാജേന്ദ്രനെ കേരളം കേൾക്കുന്നത് മൂന്നാറിൽ LDF കൺവെൻഷൻ വേദിയിലാണ്. കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാർട്ടിക്കൊരു ഓരൽ പറ്റുന്ന ഒരു കാര്യങ്ങളും പറയാനോ ചെയ്യാനോ താല്പര്യമുള്ള ആളല്ല. തെരഞ്ഞെടുപ്പിലും ആ സമീപനം ഉണ്ടാവും. ജോയ്സ് ജോർജിന് കരുത്തു പകരുമെന്ന പ്രസ്താവനയ്ക്ക് അധികം ആയുസ്സുണ്ടായില്ല. എസ് രാജേന്ദ്രനെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രക്ഷാധികാരിയായി പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് പാർട്ടി മാറ്റത്തിനുള്ള നീക്കം. എസ് രാജേന്ദ്രൻ പടിയിറങ്ങുമ്പോഴും അദ്ദേഹം ആരോപണമുന്നയിച്ച KV ശശി ഇപ്പോഴും CPIM നേതൃത്വത്തിലുണ്ട്. ഇനി എസ് രാജേന്ദ്രന് താമര വസന്തകാലമാണ്.
ഇലക്ഷൻ ഡെസ്ക് 24. വിജയകുമാർ, എനിക്കൊരു കോംപ്ലിമെന്റ് കിട്ടിയിട്ടുണ്ട്. വിജയകുമാർ മിക്കവാറും സന്തോഷിക്കാൻ വകയുണ്ട്. സമീർ ചെമ്മഴുത് യൂട്യൂബിലാണ് പറഞ്ഞിരിക്കുന്നത്, ശ്രീകണ്ഠൻ നായർക്ക് ഓരോ ദിവസം ചെല്ലുന്തോറും വിവരമില്ലായ്മ കൂടി വരികയാണ്. എന്തുകൊണ്ടും ആവാലോ, വയസ്സായി വരുമല്ലെണ്ണ അങ്ങനെയൊക്കെ വരും അല്ലേ. ഓക്കെ, അത് അയച്ചിരിക്കുന്ന ആള് സമീർ ചെമ്മഴുത്, പേര് നോട്ട് ചെയ്തോളൂ. ഇനിയും വരാൻ സാധ്യതയുണ്ട് അല്ലേ. ആളുകൾ ചോദിക്കുന്ന ഒരു കമന്റ്, അതായത് എസ് രാജേന്ദ്രൻ പറഞ്ഞത് ഞാൻ CPM-ൽ തന്നെ തുടരും. അപ്പം തിരിച്ചൊരു ചോദ്യം അദ്ദേഹത്തോടുള്ളത്, അങ്ങനെയാണ് പ്രകാശ് ജാവദേക്കറെ CPM-ലേക്ക് കൊണ്ടുപോകാനാണോ അദ്ദേഹത്തെ ഡൽഹി പോയി? ന്യായമായ ചോദ്യമാണല്ലേ അത്. ഡൽഹി വരെ പോയി കാണണം, അദ്ദേഹം ഇങ്ങോട്ട് വരുമായിരുന്നു അല്ലേ. പ്രകാശ് ജാവദേക്കർജി ഇവിടേക്ക് വരുമായിരുന്നു. അപ്പൊ എന്തായാലും രാജേന്ദ്രൻ അങ്ങേക്ക് എല്ലാ ഭാവങ്ങളും നമുക്കതേ പറയാൻ പറ്റും അല്ലേ. കാരണം ഒരു രാഷ്ട്രീയ അനാഥത്വം അങ്ങ് അനുഭവിക്കാതിരിക്കാൻ അങ്ങ് ചില നീക്കങ്ങൾ നടത്തുകയാണ് അല്ലേ. ഓക്കെ, അപ്പോ നമ്മളിനി പരിചയം ഉറുമിയും ഒക്കെ ആയി പോരടിക്കുന്ന ഒരു മണ്ഡലം അങ്ങ് വടക്കുണ്ട്. എവിടെയത്? കേരളത്തിന് വടക്ക്. എവിടെയത് ഊഹിക്കാൻ പറ്റുമോ? അല്ല, വിജയകുമാറിന്റെ കയ്യിലിരിപ്പ് എന്തോന്ന് എനിക്ക് മനസ്സിലായി. വടകരയാണ്. വടകര. ഓ, വടകര. ഇന്നലെ ഞാൻ അവിടെ പോയിട്ട് വന്നു. അയ്യോ, വിജയകുമാർ അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോണ്ടല്ലോ, വടകരയിൽ നിന്ന് ഞാൻ വിചാരിച്ച സ്ഥാനാർത്ഥികൾക്കേ ഉള്ളൂ വാശിയെന്ന്, ജനങ്ങൾക്കും വാശിയാണ്. ഞാൻ ഒരാളോട്, വഴി കണ്ട ഒരാളോട് ചോദിച്ചു, ഇവിടെ ആര് ജയിക്കും, ചുമ്മാ ഇരിക്കട്ടെ എന്ന് ചോദിച്ചു. അറിയത്തില്ല ഇവിടെ ആര് ജയിക്കുമെന്ന്. പുള്ളി അങ്ങ് തട്ടിക്കയറി ഒരു പാരഗ്രാഫ് പറഞ്ഞു, എന്നിട്ടും ആര് ജയിക്കുമെന്ന് പറഞ്ഞില്ല. ആ പറഞ്ഞ ആളിന് ഉറപ്പാണ് ജയിക്കുമെന്നുള്ളത്. ആരുടെ ആളാന്ന് എനിക്ക് മനസ്സിലായി. അവന് ചോദിക്കാൻ നിന്നില്ല, കാര്യം അത് അത്ര സുഖകരമായി തോന്നിയില്ല. വിജയകുമാർ, അപ്പൊ നമുക്ക് വടകര മണ്ഡല പരിചയത്തിലേക്ക് പോകുന്നു. ഓക്കെ, വടകര തീർച്ചയായിട്ടും ഒരു സ്റ്റാർ മണ്ഡലമാണ്. നല്ല വാശിയേറിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ചും ഷാബി പറമ്പിലും അല്ലേ, അതേപോലെ KK ശൈലജ ടീച്ചറും അവിടെ എത്തിയതോടെ മത്സരം കൂടുതൽ കടുത്തിട്ടുണ്ട്. നമ്മൾ NDA കാൻഡിഡേറ്റിനെ നമ്മൾ വില കുറിച്ച് കാണുന്നില്ല. അവിടെ ഒരു കൗതുകമുള്ളത്, മണ്ഡലം കൺവെൻഷൻ നടക്കുന്നതിന് തലേന്നാണ് കെ മുരളീധരൻ അവിടെ നിന്ന് തൃശ്ശൂരിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടായതെന്നൊരു കൗതുകം കൂടി ഉണ്ടാവും. വണ്ടി തൃശ്ശൂരിലേക്ക് നീങ്ങിയത്. ഓക്കെ, എന്നിട്ടും എനിക്ക് തോന്നുന്നു അവിടെ അത് കുറച്ചുകൂടെ ഇളക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ, എനിക്ക് തോന്നുന്നു. അപ്പൊ ആ ഇളക്കങ്ങളിലേക്ക് നമ്മളൊന്ന് കടന്നു ചെല്ലുന്നു. മണ്ഡല പരിചയത്തിൽ വടകര. കേരളത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് വടകര. അതിൽ തർക്കമൊന്നും വേണ്ട. ഇരു മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വടകരയിലെ പോരാട്ടം എന്നത് അഭിമാനത്തിന്റെ പ്രശ്നമാണ്. നിരവധി ഘടകങ്ങളുണ്ട്, അടിയൊഴുക്കുകളുണ്ട്. അങ്ങനെ ആടിത്തിമിർക്കുകയാണ് വടകരയിലെ രാഷ്ട്രീയ കാഴ്ചകളും രാഷ്ട്രീയ കാലാവസ്ഥയും. ആ റിപ്പോർട്ടിലേക്ക്. വടക്കൻ പാട്ടുകളിലൂടെയും കളരിയംഗത്തിലൂടെയും പേരുകേട്ട വടകര, പോരാട്ട വീര്യത്തിന്റെയും വിപ്ലവ കഥകളുടെയും മണ്ണ്. കോലീബി ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നടന്ന നാട്. ഇവിടെ അത്ര വേഗം ആർക്കും ജയിച്ചു കയറാൻ പറ്റില്ല എന്നത് ചരിത്രം. ഒളിപ്പോരുകളുടെ മണ്ണല്ല വടകര. തീയതിയും നാളും തിഥിയും കുറിച്ച് നേർപ്പോരു മാത്രം നടത്തുന്ന കടത്തനാടൻ അംഗക്കളരിയാണ്. അവിടെ നേരംഗത്തിൽ ജയിക്കാനാകാത്ത രാഷ്ട്രീയ ഭീരുക്കൾ മുറിച്ചുരികയുമായി വന്ന് TP ചന്ദ്രശേഖരനെ പോലുള്ള രാഷ്ട്രീയ ധീരന്മാരെ ഇരുട്ടിൽ ഒളിപ്പോരിൽ വെട്ടിവീഴ്ത്തിയിട്ടുമുണ്ട്. (1957) മുതൽ സോഷ്യലിസം കൊടിപാറിച്ച മണ്ണാണ്. 1971 KP ഉണ്ണികൃഷ്ണനിലൂടെ കോൺഗ്രസിന്റെ ആദ്യ ജയം. തുടർച്ചയായ 6 വട്ടം ഇടത്തും വലത്തും നിന്ന് KP ഉണ്ണികൃഷ്ണൻ വടകരയുടെ MP സ്ഥാനം നിലനിർത്തി. 1991 വിവാദമായ രത്നസിംഗിന്റെ സ്ഥാനാർത്ഥിത്വത്തെ കോലീബി എന്ന് CPIM വിളിച്ചു. അവിടെയും KP വീണില്ല. 1996 മുതൽ 2004 വരെ CPIM. വടകര മണ്ഡലത്തിൽ TP ചന്ദ്രശേഖരൻ വധവും RMPയും ഏറെ നിർണായകമാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് 2012 മെയ് 4 51 വെട്ടാൽ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത്. അന്നു മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും TP ചന്ദ്രശേഖരൻ വധം ചർച്ചാ വിഷയമാണ്. TP ചന്ദ്രശേഖരൻ 20,000-ലേറെ വോട്ട് നേടിയ 2009 മുല്ലപ്പള്ളി രാമചന്ദ്രൻ, 2014 ഇന്നത്തെ സ്പീക്കർ AN ഷംസീർ, KK രമയും മത്സരത്തിന്. എന്നിട്ടും ജയിച്ചത് മുല്ലപ്പള്ളി. 2019 K മുരളീധരനെ മണ്ഡലം നിലനിർത്താൻ കോൺഗ്രസ് ഇറക്കിയപ്പോൾ ഏറ്റവും ശക്തനായ P ജയരാജനെ മത്സരിപ്പിച്ചായിരുന്നു CPIM പ്രതിരോധം. 84,663 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ K മുരളീധരൻ സ്ഥാനം ഒന്നുകൂടി ഉറപ്പിച്ചു. ഇത്തവണ അപ്രതീക്ഷിതമായ കൂടുമാറ്റം. K മുരളീധരൻ തൃശൂരിലേക്ക്, ഷാഫി പറമ്പിൽ MLA വടകരയിലേക്കും. ഇത് TPയുടെ മണ്ണാണ്. അത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ കാരണം എന്താ? സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം സംഭവിച്ചു. അപ്പോൾ അവരുദ്ദേശിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതങ്ങ് വിട്ടുപോകണം, എന്നാൽ അടുത്ത ആളെ പിന്നെയും കൊല്ലാന്നാണോ? അപ്പോൾ അതും തീർച്ചയായിട്ടും ചർച്ച ചെയ്യും. ഇപ്പോൾ രണ്ട് ഗവൺമെൻറ്റുകളും ജനങ്ങളെ വല്ലാതെ വെറുപ്പിച്ചിട്ടുണ്ട്.
ജനങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുമെന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ഏറ്റവും കരുത്തയായ കെ ശൈലജയെ വടകരയിൽ മത്സരിപ്പിക്കുന്നതിന് പിന്നിൽ CPIM-ന് കൃത്യമായ കണക്കുകൂട്ടലുണ്ട്. ഈ നാടിൻ്റെ വികസനം, ഈ നാടിൻ്റെ സമാധാനം, ഈ മണ്ഡലത്തിൻ്റെ വികസനം, അത് ഈ അപ്പുറത്ത് ആര് എന്നുള്ള പ്രശ്നമില്ല. അവരാര് വന്നാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളോട് പറയുന്നത് ഈ കാര്യമാണ്. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ, അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഒരു അത്ഭുതം പോലെ ആ സ്ഥാനാർത്ഥി പോയി ഈ സ്ഥാനാർത്ഥി വന്നു, അതൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല. മുൻ വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ട് വിഹിതം ഉയർത്തിയ ആത്മവിശ്വാസമാണ് BJPക്ക്. ഇതുവരെയുള്ള വോട്ട് വിഹിതത്തിൻ്റെ ഒന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അതൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത്. കാരണം ഒരു വലിയ മാറ്റം, ആ മാറ്റത്തിന് ക്രമാനുഗത, ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം, രാഷ്ട്രീയ മാറ്റത്തിൻ്റെ വേഗത ചടുലമാണ്, ത്വരിതമാണ്. ത്രിപുരയിൽ എങ്ങനെയാണോ നിസ്സാരമായ വോട്ടുണ്ടായിരുന്ന BJP അധികാരത്തിൽ വന്നത്, അതേ രീതിയിൽ കേരളത്തിൽ ത്വരിതഗതിയുള്ള രാഷ്ട്രീയ മാറ്റമുണ്ടാകും. വടകര, കുറ്റ്യാടി, നാദാപുരം, പേരാമ്പ്ര, കൊയിലാണ്ടി, കൂത്തുപറമ്പ്, തലശ്ശേരി നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് വടകര ലോക്സഭാ മണ്ഡലം. ഇതിൽ വടകര മാത്രമാണ് UDF-നൊപ്പമുള്ളത്. 38% ന്യൂനപക്ഷ വോട്ടുകളുണ്ട് മണ്ഡലത്തിൽ. 18 അടവും പയറ്റേണ്ടി വരും മുന്നണികൾക്ക് ഇത്തവണ വടകര പിടിക്കാൻ. മാത്രമല്ല പാലക്കാടോ മട്ടന്നൂരോ എവിടെയായിരിക്കും ഉപതെരഞ്ഞെടുപ്പ്, അത് തീരുമാനിക്കുന്നതും വടകരയിലെ ജനങ്ങളായിരിക്കും. രാജേഷ് വെള്ളരിക്കൊണ്ടിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. നമ്മുടെ കുട്ടിക്ക് കളരിയിൽ ഇറങ്ങിയാലും കളി അറിയാം അല്ലേ? ഓക്കെ, വടക്കൻ പോരാട്ടത്തിന്റെ ആളാണ്. ഓക്കെ, നന്നായി. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, ഫ്ലവേഴ്സിൽ ഇടിമുറി ഉണ്ടോ എന്ന്. ഇടിമുറിയോ? അതെന്താ കാര്യം അങ്ങനെ ചോദിക്കാൻ? എനിക്ക് തോന്നുന്നത് എന്താ അറിയാം, നമ്മുടെ ഈ അടിമാലിയുടെ ഒരു കേസ് ഉണ്ടല്ലോ, ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നു, ലോകത്തിലുള്ള എല്ലാ പ്രശ്നവും പരിഹരിക്കും, നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ അവിടുത്തെ കാര്യം പരിഹരിക്കില്ല? അത് നമ്മൾ വ്യക്തമാക്കി വെക്കുക. അത് പോലീസ് കേസെടുത്തു, FIR ഇട്ടുണ്ട്, പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല ആ ഇടിമുറിയിൽ നമുക്ക് റോളില്ല. അപ്പോൾ മാത്രമല്ല അടിമാലിയുടെ കാര്യത്തിൽ നമ്മൾ ഒരിക്കൽ കൂടി പറയുന്നു, അതൊരു കേസാണ്, അന്വേഷണം നടക്കുന്നു, പോലീസ് അന്വേഷിക്കട്ടെ. ക്രമസമാധാന പാലനം നമ്മുടെ വിഷയമല്ല. ഓക്കെ, അത് പോലീസ് അന്വേഷിക്കണം. അപ്പോൾ ഈ ജയരാജ് പറയുന്നു, നായരിപ്പോ രാജേന്ദ്രനെ മിശികയാക്കും. ആ മുഖത്ത് എന്തൊരു സന്തോഷമാ. രാജേന്ദ്രൻ എങ്ങോട്ട് പോയാലെന്ത്, എങ്ങോട്ട് വന്നാലെന്ത്, അത് നമ്മുടെ വിഷയമല്ല. പക്ഷെ ആരുടെ കാര്യത്തിലും നമുക്കുള്ളൊരു സന്തോഷമാണ് ഈ മുഖത്ത് കളിയാടുന്നത്, അല്ലേ വിജയകുമാർ? ഓക്കെ, അതെ. അപ്പോ നമുക്ക് സ്കൈൻ ഒരു പുതിയ സെഗ്മെന്റ് ഉണ്ടോ? ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്നത് ആരാണെന്ന് നോക്കാം. ഈ വാഹനത്തിന് പിന്നാലെ ഒരു കൗതുകം, ഒരു മണ്ഡലം, സ്റ്റാർ മണ്ഡലമാണ്. അവിടെ സ്ഥാനാർത്ഥികൾ, പ്രധാനപ്പെട്ട 2 സ്ഥാനാർത്ഥികൾ വന്നു, ഒരാൾ ഇനി വരാനുണ്ട്. പക്ഷേ ആ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ ഉള്ളിപ്പോൾ, മറ്റേ സ്ഥാനാർത്ഥി അവിടെ ഇല്ല. സ്ഥലം വിട്ടാൽ അവിടെ എത്തിയിട്ടില്ല. ഊഹിക്കാൻ പോയതാണെന്ന്. എന്റെ മുന്നേ അത് ഏത് സ്ഥാനാർത്ഥി? അതാണ് വയനാട്. വയനാട്ടിലെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. വിജയകുമാർ വിചാരിക്കേണ്ട രാഹുൽ ഗാന്ധിയോട് ഇറങ്ങും, പക്ഷേ അവിടെ എത്തിയിട്ടില്ല. അപ്പോ ആ മണ്ഡലത്തിലെ കഥയാണ് ഈ വാഹനത്തിന് പിന്നാലെ വരുന്നത്. മറ്റിടങ്ങളെപ്പോലെ പകൽച്ചൂട് പൊള്ളിക്കുന്നുണ്ട് വയനാടിനെ. പക്ഷേ തെരഞ്ഞെടുപ്പ് ചൂട് അത്രയായിട്ടില്ല. രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും നേരിട്ട് എത്താത്തത് പ്രചാരണത്തെ ബാധിക്കുന്നുണ്ട്. എങ്കിലും തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ പൂർത്തിയാക്കി UDF ഏറെ ആത്മവിശ്വാസത്തിലാണ്. ഡൽഹിയിൽ ഒന്നിച്ചു നിൽക്കേണ്ട ഇന്ത്യ മുന്നണി, അതിലെ 2 അമരക്കാർ പരസ്പരം പോരടിക്കുന്നു എന്ന വയനാടൻ കാഴ്ചയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ സവിശേഷമാക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നെങ്കിലും രാഹുൽ എന്നു മണ്ഡലത്തിലെത്തുമെന്ന് അറിയില്ല. കൺവെൻഷനുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് UDF-ന്. LDF സ്ഥാനാർത്ഥി ആനി രാജ ഒറ്റയാൾ പോരാളിയുടെ ഊർജത്തിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാ പഞ്ചായത്തിലും സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം ഉണ്ടായിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണം 3ാം ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. എതിരാളി ശക്തനെങ്കിലും ഈസി വാക്ക് ഓവർ നൽകാൻ ഒരുക്കമല്ല ഇടതുമുന്നണി. വയനാട് ഒരു ബാലികേറാമലയല്ല എന്നും LDF വിലയിരുത്തുന്നു. നേരത്തെ തന്നെ കൺവെൻഷനുകൾ പൂർത്തിയാക്കി. ഇതൊക്കെ തീരുമാനിക്കേണ്ടത് അതത് മണ്ഡലങ്ങളിലെ ജനങ്ങളാണ്. എനിക്ക് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ കഴിഞ്ഞ 5-6 ദിവസം ഇവരുമായുള്ള ഇടപഴകിയപ്പോൾ എനിക്ക് ലഭിച്ച, ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ഒരു മന്ദസ്മിതത്തിൽ നിന്നും എനിക്ക് ലഭിച്ച ഊർജ്ജമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് ലഭിക്കുന്ന സന്ദേശമെന്ന് പറയുന്നത്, അവരൊക്കെ സന്തോഷവാന്മാരും സന്തോഷവതികളുമാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പം
ഈ മണ്ഡലത്തിലെ ഇത് അവരുടെ ഒരു അവകാശമാണ്. അവരുടെ പ്രതിനിധിയായി ആരെ വേണമെന്നുള്ളത് അത് അവരുടെ, അതല്ലാതെ ഇത് ആരുടെങ്കിലും ബാലി കയറാം അല്ലെന്ന് അങ്ങനെയൊന്നും പറയും. ജനാധിപത്യത്തിൽ അങ്ങനെയൊന്നും പറയുന്നതിൽ ഒരു വലിയ കാര്യമില്ല. BDJS നിന്ന് BJP സീറ്റ് ഇക്കുറി ഏറ്റെടുത്തിട്ടുണ്ട്. സന്ദീപ് വാര്യരുടെയും TK ജാനുവിന്റെയും വരെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നു. വയനാട് തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എത്താൻ ഏതാനും ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും ലൈനപ്പില്ലാതെ എന്ത് തെരഞ്ഞെടുപ്പ് ആവേശം. റെബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. വിജയകുമാർ ഇങ്ങോട്ട് നോക്കി. മേക്കപ്പിന്റെ കാര്യമല്ലേ? മീര മിൽട്ടൺ പറയുന്നത് ഇന്ന് വിജയകുമാറിന് മേക്കപ്പ് ഇത്തിരി കൂടിപ്പോയി. മേക്കപ്പ് മുങ്ങിയോ? കൂടിപ്പോയെന്നാണ് പറഞ്ഞല്ലേ? ഇന്ന് ഒരു അറേഞ്ച് കാരൻ കൂടിപ്പോയി. മീര മിൽട്ടൺ നമുക്ക് അടിച്ചു മാറ്റാം, അടച്ചു മാറ്റാം, അല്ലെ തുടച്ചു മാറ്റാം. ഓക്കെ, പറയൂ വിജയകുമാർ. ഇനി ഇങ്ങോട്ട് നമ്മുടെ യാത്ര ഇനി SKന് വളരെ പ്രിയപ്പെട്ട ഒരു സെഗ്മെന്റാ. കുറച്ച് പുറകോട്ട് പോയാൽ ആകാശവാണിക്കാരൻ അത് കുറെ കാലം നിങ്ങൾക്ക് അറിയുന്ന പോലെ റേഡിയോ സ്റ്റേഷനിൽ ഞാൻ ഈ കണ്ടതും കേട്ടതും എഴുതിയിരുന്നു. ഒരു 10,800 കണ്ടതും കേട്ടതും എല്ലാം കൂടി തിരുവനന്തപുരം ആകാശവാണി നിലയത്തിന് വേണ്ടി ഞാൻ എഴുതിയിട്ടുണ്ട്. അതിനകത്തൊരു അമ്മച്ചനെ ഞാൻ അവതരിപ്പിക്കുകയും ചെയ്തു വിജയകുമാർ. ഒരു ഓനാന്റെ ശബ്ദമായിരുന്നു. ആ ഓനാന്റെ ശബ്ദം ഞാൻ പുറത്തെടുത്തിട്ടില്ല. കാര്യം ധർമ്മപത്നി എന്നോട് പറഞ്ഞു, മറ്റുള്ളവർക്ക് ആകാശവാണി മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ സംസാരിക്കുമ്പോൾ നിങ്ങളൊരു പഴയ ഓനാനെ കടമെടുത്തിരിക്കുന്നു, അതുകൊണ്ട് മാറ്റി. അപ്പം നമുക്ക് നോക്കാം കണ്ടതും കേട്ടതും. SKN കോട്ടയത്തെ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി, അദ്ദേഹത്തിന് SFIയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? കണ്ടു കാണാം. പക്ഷേ അതല്ല, എന്തായാലും കോട്ടയത്ത് അത് വലിയ ചർച്ചയാണ്. നമുക്കൊന്ന് കണ്ടു വന്നാലോ? ഓക്കെ, കാരണം അദ്ദേഹത്തിന് ബന്ധപ്പെടേണ്ട കാര്യമില്ല ഈ അടുത്ത കാലത്തൊന്നും. അറിയില്ല. നമുക്ക് നോക്കാം വെള്ളാപ്പള്ളിയുടെ പ്രശ്നങ്ങൾ. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ SFIയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു. ഇരിങ്ങാലക്കുട ജയകേരളം സ്കൂളിലെ ചെയർമാൻ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം BDJS പുറത്തുവിട്ട തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രൊഫൈലിലുള്ളതാണ് ഇക്കാര്യങ്ങൾ. ആ ബന്ധത്തെക്കുറിച്ച് എന്തായാലും തുഷാർ വെള്ളാപ്പള്ളി തന്നെ വ്യക്തമായി പറയും. ഞാൻ SFIയുടെ സ്കൂളിലെ ചെയർമാനായിരുന്നു. പിന്നെ ജയകേരള സ്കൂളിൽ SFIയിലായിരുന്നു ഞാൻ സംഘടനാ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഏതാണ്ട് 7ാം ക്ലാസ് മുതൽ പിന്നെ 6ാം ക്ലാസ് മുതൽ SFIയിലാണ് പ്രവർത്തിച്ചിരുന്നത്. SFIയുടെ ജയകേരള സ്കൂളിലെ അവിടുത്തെ ചെയർമാനുമായിരുന്നു ഞാൻ. NDA സ്ഥാനാർത്ഥിയെങ്കിലും പഴയ SFI ബന്ധമൊന്നും മറച്ചുവെക്കാൻ തുഷാർ തയ്യാറല്ല. ഇക്കാര്യം തുറന്നു പറഞ്ഞു തന്നെയാണ് പ്രചാരണം. പഴയകാല SFI മരിച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അന്നത്തെ കാലഘട്ടത്തിലൊക്കെ എല്ലാവരും ഒരു സഹോദരങ്ങളെ കൂട്ട് ഒരു ജീവിച്ചു പോകുന്നൊരു കാലഘട്ടമായിരുന്നു. അതിപ്പോൾ ഞാൻ നിൽക്കുന്ന സമയത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളുടെ വോട്ട് തീർച്ചയായും എനിക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. എന്നാൽ നിലവിലെ SFIയുടെ പ്രവർത്തനങ്ങളോട് അത്ര യോജിപ്പില്ല. പഴയകാലം തന്നെയായിരുന്നു നല്ലതെന്ന് തുഷാർ പറയുന്നു. മുന്നണിയുടെ വോട്ട് മാത്രം പോരാ, കിട്ടാവുന്ന വോട്ടുകളെല്ലാം പെട്ടിയിലാക്കണം. അത് കൃത്യമായി അറിയാവുന്നവരാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾ. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും രസകരമായ പലതും ഇതുപോലെ തെരഞ്ഞെടുപ്പിൽ കാണാനാകും. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24 കോട്ടയം. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഇലക്ഷൻ സ്റ്റണ്ട് തുടരുകയാണ്. മിനി ബാബു പറയുന്നു, ഈ സ്റ്റുഡിയോയ്ക്ക് എന്ത് പറ്റി സാർ, ഒരു രസമില്ല, ബാക്ക്ഗ്രൗണ്ട് ഫുൾ വ്യൂയിൽ കാണുന്നതാണ് 24 ഒരു പകട്ടും കുമ്മും എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്കറിയുന്ന പോലെ 24 ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് കുറച്ചുകൂടി ആകർഷകമായ ചില മാറ്റത്തിലേക്ക് തയ്യാറെടുക്കുകയും അത് പ്രമാണിച്ചുള്ള സ്റ്റുഡിയോ മെയിൻ്റനൻസിലേക്ക് നമ്മൾ പോകുന്നതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ നിങ്ങൾക്ക് ഒരു മാറ്റത്തിൻ്റെ കാറ്റടിക്കുന്ന സ്റ്റുഡിയോ കാണിച്ചു തരും. അത് പ്രേക്ഷകർക്കും മിനി ബാബുവിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ ആയിരിക്കും ഈ പരിവർത്തനം എന്നുകൂടി പറയട്ടെ. റഫീഖ് പറയുന്നു, SKN വിജയകുമാർ, രാഷ്ട്രീയക്കാർ കാരണം ജനങ്ങളെ ബുദ്ധിമുട്ടിയിരിക്കുക, അതിൻ്റെ ഇടയിൽ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി നിങ്ങൾ വോട്ടും തൂട്ടുവിട്ട് നിങ്ങൾ മനുഷ്യരെ ഇങ്ങനെ വെറുപ്പിക്കരുത്. എന്നോടല്ല, നമ്മളോടാ. ഓക്കെ, വിജയകുമാർ ചിരിക്കണ്ട. റഫീഖിന് എന്താ തോന്നുന്നില്ല, റഫീഖ് രാഷ്ട്രീയക്കാരെ നമ്മളങ്ങനെ നാട്ടിൽ കൊള്ളാത്ത ആൾക്കാരെ പോലെ കാണരുത്. ഈ കക്ഷി രാഷ്ട്രീയക്കാരും കക്ഷി രാഷ്ട്രീയവും തന്നെയാണ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് തന്നെയാണ് നമ്മുടെ ജനാധിപത്യത്തെ ജീവനോട് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അതിൻ്റെ ചാലകശക്തി അവരാണ്, രാഷ്ട്രീയ കക്ഷികളാണ്, പൊളിറ്റിക്കൽ പാർട്ടീസാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ജനാധിപത്യ ഉത്സവം നടക്കുമ്പോൾ കക്ഷി രാഷ്ട്രീയക്കാരെ കുറിച്ച് നമുക്കൊരു അപമതിപ്പ് അല്ലേ, അത് വേണ്ട, അതിന്റെ ആവശ്യമില്ല. മാത്രമേ നമ്മളുടെ അടുത്ത് ഓരോ 5 വർഷം കഴിയുമ്പോഴും എന്നെ കൊള്ളാമോ എന്ന് ചോദിച്ചു വേറെ ആരും വരുന്നില്ല. റഫീഖ് ഒന്ന് മാറ്റിപ്പിടി. നമുക്ക് അപ്പോൾ ഇനിയിപ്പോൾ രാഷ്ട്രീയത്തിന്റെ രംഗത്തെ ചില അടിവേരുകളിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. വേരുകൾ ഇവിടെയാ തോണ്ടാൻ പോകുന്ന വിജയകുമാർ. സപ്തകക്ഷി മന്ത്രിസഭ
7 നിലയിൽ, സാധാരണ 8 നിലയിലാണല്ലോ പൊട്ടിയത്, 7 നിലയിൽ പൊട്ടിയതിന്റെ ചരിത്രം നമ്മൾ വേരുകളിലൂടെ പരിശോധിക്കുകയാണ്. കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല, അങ്ങോട്ട് തന്നെ പോവാം വേരുകൾ തേടി. എന്തായിരുന്നു ആർ ശങ്കർ സർക്കാരിനെതിരെ സഭയിൽ ഉയർന്ന ആരോപണം? സഭയിൽ ഉയർന്നത് 2 ആരോപണങ്ങൾ. ഒന്ന്, ബെൻസ് ലോറി ക്രമം തെറ്റിച്ച് ലഭിക്കാൻ മുഖ്യമന്ത്രി ആർ ശങ്കർ ശുപാർശ ചെയ്തു. അന്ന് ബെൻസ് ലോറി ലഭിക്കാൻ ബുക്ക് ചെയ്ത് 1 വർഷത്തിലധികം കാത്തിരിക്കണം. അടുപ്പക്കാരനായ ഒരാൾക്ക് ലോറി വേഗം ലഭിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടു. എന്തായിരുന്നു രണ്ടാമത്തെ ആരോപണം? പൊതുയോഗത്തിൽ വ്യവസായ മന്ത്രി കെ.എ. ദാമോദര മേനോൻ നിലവിളക്ക് സ്വീകരിച്ചു. സ്വീകരിച്ചത് സ്വർണ്ണവിളക്കാണെന്ന് പ്രതിപക്ഷവും കോൺഗ്രസിലെ ഒരു വിഭാഗവും സഭയിൽ. ഓട്ടുവിളക്കാണെന്ന് മന്ത്രി. ഓടാണെങ്കിലും മന്ത്രി ഉപഹാരം സ്വീകരിക്കാൻ പാടില്ലെന്ന് പ്രതിപക്ഷം. അവിശ്വാസ പ്രമേയം എങ്ങനെ പാസായി? PSP നേതാവ് P.K. കുഞ്ഞ് പ്രമേയം അവതരിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിളർപ്പിന് ശേഷം ആദ്യമായി CPI-യും CPIM-ഉം ഒരു പ്രമേയത്തെ പിന്തുണച്ചു. മുസ്ലിം ലീഗും കോൺഗ്രസിലെ 15 പേരും പ്രമേയത്തെ പിന്തുണച്ചു. പ്രമേയം പാസായത് 50-നെതിരെ 75 വോട്ടുകൾക്ക്. ആർ ശങ്കറിനും കെ.എ. ദാമോദര മേനോനുമെതിരായി വലിയ ശക്തമായ ചില അഴിമതി ആരോപണങ്ങളുണ്ടായി. ശങ്കറിൻ്റെ ഭാര്യ കവടപ്പാറ മൂപ്പിൽ എന്ന ആളിൻ്റെ കൈവശത്തു നിന്ന് 1000-ലേറെ ഏക്കർ ഭൂമി 1 രൂപ പാട്ടത്തിന് 84 വർഷത്തേക്ക് പാട്ടത്തിനെടുത്തതായിട്ടൊരു ആരോപണമുണ്ടായി. അദ്ദേഹത്തിൻ്റെ അനന്തരവന് ക്രമം തെറ്റിച്ചൊരു ബെൻസ് ട്രക്ക് നൽകി എന്ന് മറ്റൊരു ആരോപണമുണ്ടായി. അതുപോലെ തന്നെയാണ് എന്തോ സഹായം ചെയ്തു കൊടുത്തതിൻ്റെ പേരിൽ കെ.എ. ദാമോദര മേനോൻ ഒരു വ്യവസായിയിൽ നിന്നൊരു വൈരക്കൽ വാങ്ങി. രാജ്യചരിത്രത്തിൽ ആദ്യമായി അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താകുന്ന മുഖ്യമന്ത്രിയായി ആർ ശങ്കർ. ആർ ശങ്കറിനെതിരായ അവിശ്വാസ പ്രമേയമാണ് കോൺഗ്രസിന്റെ കേരളത്തിലെ സമവാക്യങ്ങൾ തെറ്റിച്ചത്. നയപരമായി മാത്രമായിരുന്നില്ല ആ പിരിയൻ. അടിസ്ഥാന വോട്ടുകൾ ശത്രു രാജ്യങ്ങളിലേക്ക് എന്നതുപോലെ ഭിന്നിച്ചു പോയതും ആ അവിശ്വാസ പ്രമേയത്തിന് പിന്നാലെയാണ്. ഇലക്ഷൻ ഡെസ്ക് 24. ജികുമാർ, ഇനി അങ്ങോട്ടാണ് നമ്മുടെ യാത്ര. ഇനി നമ്മളുടെ സൈക്കിളജ്ഞം 24 സൈക്കിളജ്ഞം. എനിക്കൊന്ന് വിജയകുമാർ, സൈക്കിളിന് ഈ നാട്ടിൽ ഒരു വില ഉണ്ടാകും. ഇപ്പൊ സൈക്കിൾ ഒരുപാട് വിറ്റ് കഴിയുന്നുണ്ട്, അറിയാമോ? ഒരുപാട് ആൾക്കാർ സൈക്കിൾ വിട്ടി തുടങ്ങി. നമ്മൾ ഈ മുണ്ടൊക്കെ നമ്മൾ വ്യാപകമായിട്ട് 24 ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ മുണ്ടും ചിലവായി തുടങ്ങി. അതുപോലെ അതിന്റെ പിന്നാലെ സൈക്കിളിനും കേരളത്തിൽ ഡിമാൻഡ് കൂടി. ഇപ്പൊ നമ്മുടെ 3 വാർത്താ അവതാരകര് സൈക്കിളുമായിട്ട് ഇറങ്ങിയിരിക്കുക അല്ലേ? തൃശ്ശൂർ മണ്ഡലത്തിലൂടെയാണ് അവരുടെ പര്യടനം. ഇന്നത്തെ പറ്റിയ സ്ഥലമാണ് അല്ലേ? നല്ല ചൂടുണ്ട്, കലാകാരികൾ തൃശ്ശൂരിലുണ്ട് ഉണ്ട്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, സ്മിതയിലേക്ക് പോകാം. സ്മിതയാണ് നമ്മുടെ സൈക്കിൾ യജ്ഞക്കാരുടെ നേതാവ് അല്ലേ? ഓക്കെ, യജ്ഞം തുടരൂ സ്മിതേ. നമ്മൾ ഇങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ സൈക്കിള് ചവിട്ടി കുറച്ച് ദൂരം എത്തിയപ്പോ കുതിരാൻ തുരങ്കം കഴിഞ്ഞ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു വീടിന്റെ അവിടെ കുറച്ച് ഒരു വെളിച്ചമൊക്കെ കണ്ടു. സ്മിത, മൈക്ക് ഇത്തിരി അടുപ്പിച്ച് വെച്ചോളൂ, സൈക്കിളിൽ കയറുമ്പോൾ മൈക്ക് വിടരുത്. പിള്ളേര് ഇരിക്കുന്നു. എന്നാ ഞങ്ങള് പറയുന്നുണ്ട്, ഞാനും ഉണ്ട് കേട്ടോ. അതിലൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, കാണുന്നില്ല. ഈ വീടിന്റെ ഇവിടെ കുറച്ച് പിള്ളേരെ കണ്ടു. മാത്രമല്ല ഇവിടെ പുറത്ത് സൈക്കിൾ ഇരിപ്പുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ഏരിയയിൽ എവിടെയോ ഉണ്ടെന്ന്. അപ്പൊ ഞങ്ങൾ അത് തേടി വന്നതാണ്. ആരെയാണെന്ന് എസ്കേന് മനസ്സിലായില്ല. നമ്മുടെ എന്നോട് പറഞ്ഞു ഇവിടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്, ഞാൻ പോയി നോക്കിയിട്ട് വരാന്ന് പറഞ്ഞു. പിന്നെ ആളെ കണ്ടിട്ടേ ഇല്ല. അപ്പൊ പക്ഷെ നമ്മളിപ്പോ എന്തായാലും ഈ പിള്ളേരോടൊന്നും ചോദിക്കാം എന്താ സംഭവം എന്ന് അറിയണമല്ലോ. നല്ല രസമുണ്ട് എസ്കേ. പണ്ടത്തെ ഒരു കാലം ഓർമ്മ വരുന്നുണ്ട്. പേരെന്താ? ശ്രേയ, അമേയ, ശ്രീഹർ, ആദിദേവ്. എല്ലാരും ഒരേ ക്ലാസ്സിലാണോ പഠിക്കുന്നേ? തേർഡ് ബി. ഇവിടെ ട്യൂഷൻ എടുക്കുകയാണോ? ആരാ ട്യൂഷൻ പഠിപ്പിക്കുന്നത്? നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ ട്യൂഷൻ പഠിക്കും. കളിക്കാനൊക്കെ നേരം കിട്ടുമോ നിങ്ങൾക്ക്? ഏറ്റവും പാടുള്ള സബ്ജക്ട് ഏതാന്നേ? അങ്ങനെയൊന്നുമില്ല, ഇല്ല, മിടുക്കിയായിട്ട് പഠിക്കും. അവിടെ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു സബ്ജക്ട്. ചക്കടൂസ്, നീ പാട്ട് പാടുവോ? മേലേ മാനം, കേക്കട്ടെ. മേലേ മാനം, മാനം മേലെ, മഞ്ഞിൻ കൂടാരം, അതിലാരോ ആരാരോ
ശ്രേയ. സ്മിത, ഞാൻ ദാ ഇപ്പഴാ കണ്ടത് ഇവിടെ ഒരു നായ്ക്കുട്ടി. കടിക്കുവോ? എന്താ പേരെന്താ ഇത്? റൂബി. കടിക്കില്ലല്ലോ അല്ലേ? ലൈവായിട്ട് കടികൊള്ളുമോ? പ്രേത ചേച്ചി ഒന്നും ചെയ്യല്ലേ. മോനല്ല പാട്ട് പാടി കൊടുത്താൽ മതി. പ്രേത പ്രശ്നം ഉണ്ടാക്കിയാലേ പാവം എന്താ റൂബി. ഇവിടെ പോസ്റ്റർ ആണ്. പോസ്റ്റർ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നൊക്കെ ചിലർക്കൊക്കെ കൗതുകം ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ പോസ്റ്റർ സഖാവ് കെ രാധാകൃഷ്ണനെ വിജയിപ്പിക്കാന്നൊക്കെ പറഞ്ഞ പോസ്റ്ററൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും ഇവരോട് രാഷ്ട്രീയവും കാര്യങ്ങളും ഒന്നും ചോദിക്കുന്നില്ല. പ്രേത നടന്നോ? നിനക്ക് ചിലപ്പോ പട്ടിയുടെ കടികൊള്ളാനുള്ള ഒരു സാധ്യത കടിക്കാനാണ് ഇതിനോട് അങ്ങ് കടിച്ചത്. അല്ല ചേട്ടാ, അത് ചോദിക്കട്ടെ, ഇവിടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നോ? വന്നിട്ടുണ്ടോ? പോയി നോക്കാല്ലേ എവിടെയാണ്. അതെ, വിനീത. വിനീത മോളെ അതിക്രമിച്ച് വീട്ടിൽ കയറിയെന്നാവോ? അതെ, എന്നാലും പോയി നോക്കണ്ടേ. നമുക്ക് തിരിച്ചു ചെല്ലുമ്പോ എസ്കേൻ അല്ലെങ്കിൽ വിനീതയെ കൊണ്ടുവരാതെ വന്നു കഴിഞ്ഞാൽ ചേട്ടാ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ കാണാനില്ല. ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ ചേട്ടാ? അതാ പറഞ്ഞ അടുക്കള പണി എടുക്കണ അയാള്. അടുക്കള വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അല്ലേ? ചേട്ടാ പറയണ അടുക്കളയിലേക്ക് എത്തിയെന്നാണ്. അമ്മ അമ്മയുടെ പേരെന്താ? എന്റെ പേര് വല്ലച്ചി. വല്ലച്ചി ആണോ? ടി വി കാണാറുണ്ടോ അമ്മ? ഇത് ഏത് ചാനലാ? 24 വെച്ചേക്കണം അമ്മ. ശരിക്കും അതേ നിൽക്കുന്നു നമ്മുടെ വിനീത വീജി ഇവിടെ ഉണ്ട്. അല്ല, ഞാൻ ഐസ് ചോദിച്ചപ്പോ അത് തപ്പി ഇറങ്ങിയതാണല്ലോ. പാലക്കാടിന്റെ മരുമകളാണ് വിനീത വീജി കേട്ടോ. ഈ മസാല ദോശ, കുട്ടി ദോശ, റവ ദോശ ഒന്നുമില്ല. പക്ഷെ പാലക്കാടിന്റെ നല്ല സ്വാദിഷ്ടമായ ദോശയുണ്ട്. ഒരെണ്ണം ഞാൻ പ്രവിധിക്ക് തരുന്നുണ്ട്. ഇത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. ചേച്ചിന്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇപ്പോൾ നമ്മള് ചട്നി ഉണ്ടാക്കുന്നുണ്ട്. അത് ആയിട്ടില്ല അല്ലെ ചേച്ചി? എന്ത് ചട്നിയാ ചേച്ചി? തക്കാളി ചട്നി. ദോശന്റെ കൂടെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സാധനമാണ് ഈ തക്കാളി ചട്നിയും ദോശയും. ചമ്മന്തി. അത് ഏറ്റവും പ്രത്യേകത പറഞ്ഞാൽ നമ്മള് ഇങ്ങനെ ഈ നൈസായിട്ട് ചുട്ട് നമുക്ക് ഈ കാണുന്ന പോലെ ഇങ്ങനെ നെയ്യൊക്കെ ഒഴിച്ച് ഒരു പ്രത്യേക തരത്തിലാണ്. കാരണം നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല. ചേച്ചിയല്ല, മോളാണോ? ടീച്ചറാ അല്ലേ? ടീച്ചർ കുറെ കുട്ടികളുണ്ടല്ലോ. ശരിക്കും ടീച്ചറാണോ? ആണോ? ടീച്ചർ ദോശയൊക്കെ ചൂടാറുണ്ടോ? പേര് ചോദിച്ചില്ല. മോൾക്ക് ഫുൾ മാർക്ക് തരും. അമ്മയുടെ പേരെന്താ? ഷീജ. അല്ല, ഇത് ഇവളുടെ ചെറിയമ്മ. നമുക്ക് ഇങ്ങനെ വീട്ടിലേക്ക് വരാനും ദോശ ഉണ്ടാക്കാനും ഒക്കെ ഉള്ള അധികാരമുണ്ട്. നമുക്ക് ഇവർക്ക് ഇടയിലാണ് സ്ഥാനം. ശരിക്കും ഞങ്ങൾക്ക് നിങ്ങൾ തരുന്ന ആ ഒരു സ്ഥാനം ഉണ്ടല്ലോ, അതിന് നമ്മൾ ഭയങ്കര സന്തോഷം. പേര് ചോദിച്ചില്ല. ചേച്ചിയുടെ പേരെന്താ? സൽമ. ചേച്ചിയുടെ ഷീജ. അതാണ്. അപ്പൊ ഉറപ്പായിട്ടും അപ്പൊ അങ്ങനെ വന്ന് അവള് വീട്ടുകാരി ആയി കഴിഞ്ഞു. എന്തായാലും അതെ, ഐസ് എന്തിനാണെന്ന് ആൾക്കാർ വിചാരിക്കും, തെറ്റിദ്ധരിക്കും. അതുകൊണ്ടല്ല, അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ കളികളൊക്കെ അവരും കാണുന്നുണ്ട് കേട്ടോ. ഞങ്ങള് അല്ലേ അടുത്ത പണി നോക്കട്ടെ. ഓക്കെ, അപ്പൊ സ്മിത, വിനീത ആൻഡ് പ്രേതലക്ഷ്മി, നിങ്ങൾ അത്യാവശ്യം ദോശ കഴിച്ച് അവരുടെ ലോഗിയൊക്കെ പറഞ്ഞിട്ട് 24 ഒക്കെ കാണിച്ചു കൊടുത്തിട്ടൊക്കെ വന്നാൽ മതി. 24 ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് അത്രയും സന്തോഷം. ഇനി നമുക്കൊരു ഒരു ചെറിയ ഇടവേള പോകണം. ഇടവേള കഴിഞ്ഞ് വരുമ്പോൾ മറ്റു ചില രാഷ്ട്രീയ വാർത്തകളിലേക്കായിരിക്കും നമ്മൾ കടക്കുക. സ്റ്റേറ്റ് സ്കാനിലേക്ക് പോകും. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഇലക്ഷൻ സ്റ്റണ്ട് തുടരുകയാണ്. വിജയകുമാർ, വിജയമോഹൻ നായർക്ക് ഒരു സംശയം. ആ ശൈലജ ടീച്ചറുടെ സ്വരമുള്ള ദോശ ചുട്ടയാളിന്റെ പേരെന്താണ്? നമ്മളൊരു ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. അവിടെ 3 പേരുണ്ടായിരുന്നു. അതിൽ ആരുടെ ശബ്ദമാണ്? കെ ശൈലജ ടീച്ചറിന്റെ ശബ്ദമായി വിനീതയുടെ പേരിലായിരിക്കും. വിനീതയ്ക്ക് അഭിമാനിക്കാമല്ലോ അല്ലേ? വലിയൊരു സ്ഥാനാർത്ഥിയുടെ ശബ്ദമായി സാമ്യമുണ്ടെന്ന്. അപ്പൊ നമുക്കിനി വിജയകുമാർ, സ്റ്റേറ്റ് സ്കാൻ അതിന് പ്രത്യേകതയുണ്ട്. ആങ്ങളെയും പെങ്ങളും അമ്മയും ഒക്കെ മത്സര രംഗത്തിറങ്ങുന്ന, ഗോദയിലേക്ക് ഇറങ്ങുന്ന ആന്ധ്രയിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. ഓക്കെ, അവിടെയാണ് സ്കാൻ ചെയ്യുക. അപ്പൊ മേജർ സ്കാൻ ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ആന്ധ്രയിലെ പോരാട്ടത്തിന് ഒരു പ്രത്യേകതയുള്ളത് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം അവിടെ നടക്കുന്നുണ്ട്. അവിടെ YS രാജശേഖർ റെഡ്ഡിയുടെ മക്കൾ ജഗൻമോഹൻ മത്സര രംഗത്തുണ്ട്. YSR കോൺഗ്രസ്. ഇപ്പോൾ കോൺഗ്രസിനൊപ്പം ജഗന്റെ സഹോദരി ഷർമിളയും അവരുടെ അമ്മയും മകളും ഒരു ഭാഗത്ത്, മകൻ വേറൊരു ഭാഗത്ത്.
ചന്ദ്രബാബു നായിഡു ഇത്തവണ BJP-ക്കൊപ്പം ചേർന്ന് TDP NDA TDP BJP സഖ്യമാണ്. അങ്ങനെ കടുത്ത പോരാട്ടം നടക്കുന്ന ആന്ധ്രയുടെ കാഴ്ച പാടുവിട്ടു. ആ കാഴ്ചയാണ് ഇനി. YSR കോൺഗ്രസും TDP-യും പ്രബലരായിരുന്ന ആന്ധ്രാപ്രദേശിൽ ഇത്തവണ ത്രികോണ മത്സരമാണ്. YSR CP-യും കോൺഗ്രസും ഒറ്റയ്ക്ക് കളത്തിലിറങ്ങുമ്പോൾ TDP-യെയും ജനസേന പാർട്ടിയെയും ഒപ്പം കൂട്ടിയാണ് BJP രംഗത്തുള്ളത്. 2019 175 നിയമസഭാ സീറ്റുകളിൽ 151 25 ലോക്സഭാ സീറ്റുകളിൽ 22 YSR കോൺഗ്രസിനായിരുന്നു. ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശം പാർട്ടി തകർന്നടിഞ്ഞ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത്. 23 നിയമസഭാ സീറ്റുകളും 3 ലോക്സഭാ സീറ്റുകളും മാത്രമാണ് ലഭിച്ചത്. 25 മണ്ഡലങ്ങളിൽ 24ലേക്കുമുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം YSR കോൺഗ്രസ് നടത്തിക്കഴിഞ്ഞു. നിയമസഭയിലേക്ക് ഭൂരിഭാഗം MLA-മാർക്കും വീണ്ടും അവസരം നൽകാനാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ തീരുമാനം. ജനക്ഷേമ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളുമാണ് ജഗൻമോഹൻ റെഡ്ഡി ആയുധമാക്കുന്നത്. 2019 തകർന്നടിഞ്ഞു പോയതാണ് കോൺഗ്രസ് ആന്ധ്രാപ്രദേശിൽ. അവിടെയാണ് YS ഷർമിളയെ രംഗത്തിറക്കി ഒരു തിരിച്ചുവരവിനൊരുങ്ങുന്നത്. കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങളിലെ വിജയം കോൺഗ്രസിന് ഊർജം പകരുന്നുണ്ട്. വലിയ പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഇക്കുറി. YSR തെലങ്കാന പാർട്ടിയുമായി തെലങ്കാനയിൽ പ്രവർത്തിച്ചിരുന്ന YS ഷർമിളയെ ആന്ധ്രാപ്രദേശ് PCC അധ്യക്ഷയാക്കി. കൂടാതെ ഷർമിളയുടെയും ജഗന്റെയും മാതാവായ വിജയലക്ഷ്മിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കാനും കോൺഗ്രസ് ശ്രമിക്കുന്നു. വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നാൽ ആന്ധ്രാപ്രദേശിൽ മുഖ്യമന്ത്രി പദത്തിനു വേണ്ടി അമ്മ മകൻ പോരാട്ടം നടക്കും. മുൻ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശം പാർട്ടിയെയും നടൻ പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിയെയും ഒപ്പം കൂട്ടി ആന്ധ്രാപ്രദേശിൽ നേട്ടമുണ്ടാക്കാനാണ് BJP ഇറങ്ങുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ YSR കോൺഗ്രസ് 49.95% വോട്ട് നേടിയപ്പോൾ TDP-ക്ക് 39.17% വോട്ടുകൾ ലഭിച്ചിരുന്നു. ആങ്ങളെയും പെങ്ങളും നേരിട്ടിറങ്ങിയ ആന്ധ്രാപ്രദേശിൽ ഇനി മാതാവ് കൂടി ഇറങ്ങുമോ? അവിടെ NT രാമറാവു സ്ഥാപിച്ച് കൈമാറിയ തറവാട് ഉയർത്തിപ്പിടിക്കാനുള്ള ശ്രമത്തിലാണ് ചന്ദ്രബാബു നായിഡു. ദേശീയ പാർട്ടികളായ കോൺഗ്രസും BJP-യും ആന്ധ്രയിലെ ഈ രാഷ്ട്രീയ തറവാടുകളെ തന്നെയാണ് ആശ്രയിക്കുന്നത്. ശ്രീകാന്ത് ഗൗരിശപട്ടത്തിനൊപ്പം ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി, 24. വിജയകുമാർ, ഈ വേഗം ദോശ ഉണ്ടാക്കിക്കോളാം, അല്ലെങ്കിൽ വേറെ ആരും കയറി ചുട്ടുകളയും, നമുക്കുള്ളൊരു ഭീഷണിയാണ്. ഓക്കെ, അത് നമ്മളങ്ങനെ നോക്കാം. നമ്മൾ ദോശക്കല്ല് വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചൂടും. അപ്പോൾ ഈ സെഗ്മെന്റിൽ വരുന്നത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യനാണ്. അത് നമ്മൾ കൂടുതൽ പറയുന്നില്ല, കാണാം. കാണാം നമുക്ക്. ഗുട്ടൻസ. അതെ. വിജയകുമാർ, നമുക്കിനി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമാകുന്നു. ഹാഷ്മി താജ് ഇബ്രാഹിം റെഡിയായി വരുന്നു. മേക്കപ്പ് റൂമിലാണ്. അല്പ നിമിഷങ്ങൾക്കകം മേക്കപ്പ് റൂമിൽ നിന്ന് ഇറങ്ങും. എൻകൗണ്ടർ ആരംഭിക്കും. ഓവർ ടു ഹാഷ്മി താജ് ഇബ്രാഹിം. ഇനി നമ്മൾ ഈ പരിപാടിയുമായി നാളെ രാത്രി 7 മണിക്ക് വരും. അതുപോലെ മോർണിംഗ് ഷോ നാളെ രാവിലെ 7 മണിക്ക്. അവിടെ നമ്മൾ തമ്മിൽ ഏറ്റുമുട്ടും. നമ്മുടെ സ്റ്റണ്ട് രാത്രി 7 മണിക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.